സൂറത്തുൽ ഇഖ്ലാസ് ഏതാ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. ശരിക്കും പടച്ചോനെ മനസ്സിലാക്കാൻ ആയത്തുൽ കുർസി പോലെ മനോഹരമായ ഒരു ആയത്താണത് സൂറത്തുൽ ഇഖ്ലാസ്. അതിന്റെ കൂലിയുണ്ട്. അഅ്ളമുൽ ഖുർആൻ മനസ്സിലാക്കിയവർക്ക് ഉറക്കമില്ലാത്ത മയക്കില്ലാത്ത പടച്ചോൻ എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്തിന് ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കണം? ഞാൻ എന്തിന് മഖബറകൾ തേടി പോകണം? ഞാൻ എന്തിന് ഔലിയാക്കളെ എൻ്റെ അഭയകേന്ദ്രമായി ആശ്രയിക്കണം? ജീവിച്ച് രോഗങ്ങൾ കൊണ്ട് മരിച്ചവർ, മറ്റ് ജനിതകമായ പല അസുഖങ്ങൾ ബാധിച്ചു മരിച്ചവർ, ഒരുപാട് ദൗർബല്യങ്ങളുള്ള ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരെ തേടി ഞാൻ എന്തിനു പോകണം? എൻ്റെ റബ്ബ് ഹയ്യുമാണ് ഖയ്യൂമാണ്, സിനത്തില്ല നൗമില്ല. ഇങ്ങനെയുള്ള ആരെങ്കിലും അള്ളാഹു അല്ലാതെ ഉണ്ടോ? ഇല്ല. എങ്കിൽ എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ഭാര്യ മനസ്സിലാക്കുന്നു, എൻ്റെ കുട്ടികൾ മനസ്സിലാക്കുന്നു. പിന്നെ നമുക്ക് കൂട്ടാത്മഹത്യ വീട്ടിൽ ആവശ്യമുണ്ടോ? ഇല്ല. കടത്തിന്റെ പേരിൽ, സാമ്പത്തിക പ്രയാസത്തിന്റെ പേരിൽ, മറ്റു പ്രയാസങ്ങളുടെ പേരിൽ ഭാര്യ ഭർത്താവും മക്കളൊക്കെ കൂടി കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞ് വിഷമിക്കേണ്ട കാര്യമല്ലോ. നിനക്കാരുണ്ട്? ഉറങ്ങാത്ത പടച്ചവനുണ്ട്. എന്നും കൈപിടിച്ച് ലോകം മുഴുക്ക നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ ചാര നിർത്താൻ കഴിയുന്ന അള്ളാഹു നിനക്കുണ്ട്. ഇത് പടച്ചോൻ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കല്ലേ? ആ പടച്ചോൻ കൂടെയുള്ളപ്പോ എന്തിനാണ് നീ പ്രയാസപ്പെടുന്നത്, നീ സങ്കടപ്പെടുന്നത്? എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിക്കും റസൂലേ, അപ്പോൾ പറയണം ഇനി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. ലോകത്തിന്റെ ഏത് മുഖമൂലയിൽ നിന്ന്, ഏത് കൂരിരുട്ടിൽ നിന്ന് എന്നെ വിളിച്ചാലും അവന് ഉജീബു ദഅവത ദാഇ, ആ വിളിച്ചവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ എനിക്ക് കഴിയുമെന്ന് പറയൂ റസൂലേന. അവർക്ക് പരിചയമുള്ള ലാത്തയോ ഉസ്സയോ മനാത്തയോ അല്ല ഈ റബ്ബ്, മറിച്ച് എന്നും എല്ലാം കേൾക്കാൻ കഴിയുന്നവനാണ്. ആ ടെന്റിൽ ജീവിച്ച അതിലെ ആലിമായ നേതാവായ അമീറായ മനുഷ്യൻ ഇതിന് മറുപടി വന്നപ്പോൾ ഉമർ ഇബ്നു ഖത്താബിന്റെ ഉള്ളു തണുത്തു. രണ്ടാമത്തെ ചോദ്യം ചോദിക്കണം. രണ്ടാമത്തെ ചോദ്യം അയ്യുൽ ഖുർആനി അജ്മഅ, വിശുദ്ധ ഖുർആനിലെ ആകത്തുക എന്ന ആയത്ത് ഏതാണ്? വിശുദ്ധ ഖുർആന്റെ ആകത്തുക, മനുഷ്യ ജീവിതത്തിന്റെ, മാനവ കുലത്തിൽ ഒരു മനുഷ്യ കുലത്തിന് രക്ഷപ്പെട്ടവന്റെ ജീവിതത്തെ മോക്ഷത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന ഈ വിശുദ്ധ ഖുർആന്റെ ആകത്തുക എന്താണ്? ഈ ഖുർആൻ എല്ലാ നിലക്കും ആശ്വാസമാണെന്നല്ലോ നമ്മൾ പഠിപ്പിച്ചത്. എല്ലാ നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പള്ളിയിൽ ഒരു ഇമാമിനെ നിശ്ചയിച്ചു. ഇമാമ് ആ നിസ്കാരം, ളുഹറിന്റെ നിസ്കാരം നിസ്കരിക്കുക. മൗമുമീങ്ങൾ ഇങ്ങനെയുണ്ട്. ഒരു യാത്രക്കാരൻ വന്നു ഒട്ടകമായിട്ട്. യാത്രക്കാരൻ ആ പോണ വഴി പള്ളി കണ്ടു. വേഗം ഒട്ടകത്തിന് ഒരു അരമണിക്കൂർ തിന്നാനുള്ള പുല്ലൊക്കെ കൊടുത്തു. കെട്ടിയില്ല. കാരണം എന്താ? ഒട്ടകം അത് തിന്ന് നിസ്കാരം കഴിയുമ്പോഴേക്കും തീറ്റ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം അദ്ദേഹത്തിന് ആ ബാക്കിയുള്ള പുല്ലെടുത്ത് ഒട്ടകത്തെ കൊണ്ട് യാത്ര തുടരാം. ഈ നിയ്യത്തിൽ ഈ ഒട്ടകത്തിന് എന്ത് ചെയ്തു? പുല്ലൊക്കെ ഇട്ട് കൊടുത്തു, നിസ്കരിക്കാൻ കയറി. ഇമാമ് നിസ്കാരങ്ങൾ നീട്ടിയില്ലേ? ഏതാ നിസ്കാരം? ഇശായും മഗ്രിബൊന്നുമല്ല, ളുഹറാണ്. നമ്മളൊക്കെ 1.5 സെക്കൻഡ് കൊണ്ടൊക്കെ നിസ്കരിച്ചു പോകണ നിസ്കാരമാണ്. എന്തായാലും ഒരു വിശ്വാസിക്ക് ഒരു 5 മിനിറ്റ് വേണ്ടേ നിർവഹിക്കാൻ. ഇനി ഒന്നും കൂടി ഒന്ന് വിസ്തരിച്ച് നിസ്കരിക്കാൻ 10 മിനിറ്റ്. പക്ഷേ നിസ്കാരം തീരാൻ വൈകി. ഇദ്ദേഹത്തിന് വിഷമായി അല്ലേ? നമ്മളിപ്പോൾ ഇവിടെ ഒതു കൊടുക്കാൻ വരുമ്പോൾ നമ്മുടെ പേഴ്സ് അവിടെ വെച്ച് മറന്നുപോയി, അല്ലെങ്കിൽ വാച്ച് അവിടെ വെച്ച് മറന്നു, മൊബൈൽ അവിടെ ഒതു കൊടുക്കുന്നിടത്ത് മറന്നുപോയി. ഇവിടെ വന്ന് കൈ കെട്ടുകയും ചെയ്ത് എന്ത് ചെയ്യും? നിസ്കാരം കഴിഞ്ഞിട്ട് പോവാം. അവിടെ ചിലപ്പോൾ സാധനം